ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്, രേഷ്മി ചിക്കൻ കറി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അധികം പുളിയില്ലാത്ത 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീര് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും പച്ചമുളകും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട്. ഒരു ചാർക്കോൾ നന്നായി കത്തിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ച് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം വെച്ച് ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച 2 വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായി കിട്ടിയാൽ ഇതിലേക്ക് ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസ് പട്ട, ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ 2 ബേ ലീഫ് എന്നിവ ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് കുറച്ച് തിക്ക് കൂടിയതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ ഇതൊന്ന് നല്ലപോലെ, ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ചേഞ്ചായി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് 2-3 മിനിറ്റ് ഇതുപോലെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച 1 ടീസ്പൂൺ കസൂരി മേത്തിയും കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ടർക്കിഷ് ബ്രെഡാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.